നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. വ്യവസായി മുംതാസ് അലിയുടെ മൃതദേഹം കുളൂർ പാലത്തിനടിയിൽ നിന്ന് കണ്ടെത്തി. മുങ്ങിയെടുത്തത് ഈശ്വർ മൽപേ. കാണാതായ പ്രമുഖ കയറ്റുമതി വ്യവസായി BM മുംതാസ് അലിയുടെ മൃതദേഹം കണ്ടെത്തി. കുളൂർ പാലത്തിനടിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ പുലർച്ചെ 5ഓടെ ദേശീയപാത 66-ലെ കുളൂർ പാലത്തിന് മുകളിൽ അപകടത്തിൽപ്പെട്ട നിലയിൽ ഇദ്ദേഹത്തിന്റെ ആഡംബര കാർ കണ്ടെത്തിയതിനെ തുടർന്ന് പ്രദേശവാസികൾ പനമ്പൂർ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. തുടർന്നാണ് ഫാൽഗുനി പുഴയിൽ തിരച്ചിൽ നടത്തിയത്. മുംതാസ് അലിയുടെ മൊബൈൽ ഫോണും കാറിന്റെ താക്കോലും പാലത്തിനടുത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപേ ഉൾപ്പെട്ട സംഘവും NDRFും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കോൺഗ്രസ് മുൻ MLA മൊഹിയുദ്ദീൻ ബാവയുടെയും ജനതാദൾ മുൻ MLC BM ഫാറൂഖിന്റെയും സഹോദരനാണ് മരിച്ച മുംതാസ് അലി. മുംതാസ് അലി പാലത്തിൽ നിന്ന് ഫാൽഗുനി പുഴയിലേക്ക് ചാടിയിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. താൻ മടങ്ങി വരില്ലെന്ന് കുടുംബ വാട്സപ്പ് ഗ്രൂപ്പിൽ പുലർച്ചെ മുംതാസ് അലി സന്ദേശം അയച്ചിരുന്നു. ഞായറാഴ്ച പുലർച്ചെ 3ഓടെ മുംതാസ് അലി വീട് വിട്ടതായി മകൾ പോലീസിനോട് പറഞ്ഞു. അതിനിടെ മുംതാസ് അലിയെ ഭീഷണിപ്പെടുത്തി പണം അപഹരിച്ചെന്ന കേസിൽ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മുംതാസ് അലിയുടെ സഹോദരൻ ഹൈദരലിയുടെ പരാതിയിൽ റഹാമത്ത്, അബ്ദുൽ സത്താർ, ഷാഫി, മുസ്തഫ, സൊഹൈബ്, സിറാജ് എന്നിവർക്കെതിരെയാണ് കേസ്. ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പ്രതികൾ മുംതാസ് അലിയിൽ നിന്ന് 50 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഇവർ മുംതാസ് അലിയെ സമ്മർദ്ദത്തിലാക്കിയെന്നും പരാതിയിൽ പറയുന്നു.